നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ കോംപ്ലക്സിൻ്റെ പോളിനോമിയൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എന്ത് റൂട്ടും ഒക്കെ കണ്ടു. അടുത്തതായി നമുക്ക് പറയാനുള്ളത് കോംപ്ലക്സ് ലോഗരിതംസ് ആൻഡ് കോംപ്ലക്സ് പവേഴ്സ് ആണ്. അതായത് കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതം നമ്മൾ എങ്ങനെ എടുക്കും, രണ്ട് കോംപ്ലക്സുകൾ പവറിലായിട്ട് വന്നാൽ എങ്ങനെ. ഫോർ എക്സാമ്പിൾ ഇതാ നോക്കൂ, ln of 2 + 3i ഇതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെ ലോഗരിതമാണ്. അല്ലെങ്കിൽ 2i the whole raised to i + 1 ഇത് കോംപ്ലക്സ് നമ്പറിൻ്റെ പവറുകളാണ്. നിങ്ങൾക്കറിയാം, എപ്പം പവറുകൾ വന്നാലും നമ്മളവിടെ ലോഗരിതം അപ്ലൈ ചെയ്താണ് അതിനെ പവർ ഫ്രീ ആക്കുന്നത്, അല്ലേ? അപ്പോൾ കാരണം ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ പവർ ഇനി ഫ്രണ്ടിൽ വരും. അപ്പോൾ എങ്ങനെയാണ് ഒരു കോംപ്ലക്സ് നമ്പറിൽ ലോഗരിതം എടുക്കുന്നത്, എങ്ങനെയാണ് കോംപ്ലക്സ് പവറുകളുമായി ഡീൽ ചെയ്യുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം z എന്ന് പറയുന്ന ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമുക്ക് r × e⁻⁴ എന്ന് എഴുതാം. ശരിയാണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ജനറലായി എഴുതുമ്പോൾ തീറ്റയുടെ കൂടെ തീറ്റ + 2kπ എന്നുകൂടി കൊടുക്കും. 2n π എന്നോ 2kπ എന്നോ k എലമെൻറ്റ് z എന്നായി മാറും. ഇങ്ങനെയാണ് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ ജനറലായി റെപ്രസെൻറ്റ് ചെയ്യുക. അതിൻ്റെ മോഡുലസ് ആണ് r, ആർഗ്യുമെൻ്റ് ആണ് തീറ്റ + 2kπ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് സൈഡും ലോഗരിതം അപ്ലൈ ചെയ്യുന്നു എന്ന് വെക്കുക. അപ്പോൾ എങ്ങനെ വരിക, ln z ലോഗരിതം എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോഗരിതമാണ് ഉദ്ദേശിക്കുന്നത്. ln z = ln r ആണല്ലോ. നോക്കൂ, ln r e⁻i × തീറ്റ + 2kπ എന്നാകും. ശരിയാണല്ലോ? നമ്മൾക്കറിയാം ലോഗരിതം ഓഫ് എ ബി ഈസ് ലോഗരിതം ഓഫ് എ പ്ലസ് ലോഗരിതം ഓഫ് ബി എന്നാണ്. ശരിയാണല്ലോ? അങ്ങനെ വരുമ്പോൾ ലോഗരിതം ഓഫ് ln r പ്ലസ് ln e⁻i × തീറ്റ + 2kπ ദാറ്റ് ഈസ് ഈക്വൽ ടു ln r പ്ലസ്, നോക്കൂ, ലോഗരിതം ഓഫ് a⁻m ഈസ് m log a, പവർ ഇനി ഫ്രണ്ടിൽ വരും, i × തീറ്റ + 2kπ × ln e എന്നാകും. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ലോഗരിതം ഓഫ് ഇ ln ഇയുടെ വാല്യൂ 1 ആണ്. മനസ്സിലാക്കുക, ln ഇയുടെ വാല്യൂ 1 ആണ്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ കിട്ടുക ln r പ്ലസ് i × തീറ്റ + 2kπ എന്നാണ് കിട്ടുക. ആണല്ലോ? ഏത് ln z മോഡല്ല, സോറി, ln z ഇവിടെ മോഡുലസ് ഇല്ല, രണ്ട് സൈഡിൽ ലോഗരിതം അപ്ലൈ ചെയ്യുന്നു. ln z അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഫൈനൽ എഴുതാം എന്താണ് ln z. therefore ln z = ln r. r എന്ന് പറഞ്ഞാൽ എന്താണ്, z-ൻ്റെ മോഡുലസ് അല്ലേ. അപ്പം ln mod z പ്ലസ് i × ആർഗ്യുമെൻ്റ് ഓഫ് z എന്ന് എഴുതാം. കാരണം തീറ്റ + 2kπ എന്ന് പറഞ്ഞാൽ z-ൻ്റെ ആർഗ്യുമെൻ്റ് ആണ്. ഇതാണ് ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻ ലോഗരിതം ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ ln z, let z be a complex number, then ln z = ln mod z plus i × ആർഗ്യുമെൻ്റ് ഓഫ് z. ഇതാണ് ഏതൊരു കോംപ്ലക്സ് നമ്പറിനെയും ലോഗരിതം എടുക്കുന്നത് ഈ റൂള് പ്രകാരമാണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കണം. ഇത് വെച്ച് 2-3 കോംപ്ലക്സ് നമ്പറുകൾ എങ്ങനെ ലോഗരിതം കാണുമെന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. അപ്പോൾ ലോഗരിതവുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ln i. നോക്കൂ, ലോഗരിതം ഓഫ് i ഒരു കോംപ്ലക്സ് നമ്പറാണ്, അല്ലേ? i ഒരു കോംപ്ലക്സ്. അപ്പോൾ നമുക്കറിയാവുന്ന ഡെഫിനിഷൻ ln z = ln mod z പ്ലസ് i × ആർഗ്യുമെൻ്റ് ഓഫ് z എന്നാണ്, അല്ലേ? നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. നമുക്കറിയാം ആർഗ്യുമെൻ്റ് ഓഫ് z എന്ന് പറയുന്നത് തീറ്റ + 2kπ ആണ്. അത് നമുക്കറിയാം. അതിനകത്ത് തീറ്റ എന്ന് പറയുന്ന ആൾ -180ക്കും +180ക്കും ഇടയ്ക്കുള്ള ആളായിരിക്കണം, +180 ഉൾപ്പെടെ. അപ്പോൾ അതിനെയാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച് എന്ന് പറയുക. പ്രിൻസിപ്പൽ ബ്രാഞ്ച് ഓഫ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ആ തീറ്റ എന്ന് പറയുന്നത് ഇതിനിടയ്ക്കുള്ള ആളായിരിക്കണം. ആ കാര്യം ഓർത്തോളുക. അപ്പോൾ ഇവിടെ നോക്കൂ, നമുക്കിവിടെ വേണ്ടുന്നത് ln i ആണ്. ln i എന്ന് പറയുമ്പോൾ ln മോഡുലസ് i × i ആർഗ്യുമെൻ്റ് ഓഫ് i എന്നാകും. മനസ്സിലാവുന്നുണ്ട്? ഈ i ഡെഫിനിഷൻ ഉള്ളതാണ്. നമ്മുടെ കോംപ്ലക്സ് നമ്പറും i തന്നെ ആയതുകൊണ്ട് ln i പ്ലസ് i × ആർഗ്യുമെൻ്റ് ഓഫ് i. ln i എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ് മോഡുലസ് ഓഫ് i. മോഡുലസ് ഓഫ് i എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മോഡുലസ് ഓഫ് 0 + i എന്നല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു √0² + 1² = 1 എന്നാണ്. അതുപോലെ നമുക്ക് ആർഗ്യുമെൻ്റ് ഓഫ് i വേണ്ടി. ആർഗ്യുമെൻ്റ് ഓഫ് i എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ tan ഇൻവേഴ്സ് y/x എന്ന് എടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആർഗൻ ഡയഗ്രം വരച്ച് നോക്കിയാൽ മതി. നമുക്കറിയാമല്ലോ i എന്ന് പറഞ്ഞാൽ ഏതാ, 0 + i എന്ന് പറയുമ്പോൾ 0,1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റിയൽ ആക്സുമായിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ 90 ഡിഗ്രി വരും. ആണല്ലോ? എന്ന് പറയുമ്പോൾ ആർഗ്യുമെൻ്റ് ഓഫ് i = π/2. കാരണം 90 ഡിഗ്രി ഇതിനിടയ്ക്കാണ്, -180ക്കും 180ക്കും ഇടയ്ക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? therefore ln i = ln 1 മോഡുലസ് i is 1 plus i × ആർഗ്യുമെൻ്റ് ഓഫ് i π/2 plus 2kπ, k element z that is integer. നിങ്ങൾ നോക്കൂ, ln 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. ലോഗരിതം ഓഫ് 1 ഈസ് 0. therefore ln i = i × π/2 plus 2kπ,
കോമ കെ എലമെൻറ്റ് ഇസഡ് എന്ന് എഴുതാൻ കഴിയും. therefore ലോഗരിതം ഓഫ് ഐ എന്താണ്? ഐ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2k പൈ എന്നാണ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് എൽ എൻ 1 മൈനസ് ഐ, ദാറ്റ് ഈസ് ലോഗരിതം ഓഫ് 1 മൈനസ് ഐ. നമുക്കറിയാവുന്ന കാര്യമാണ്. നോക്കൂ, നമ്മൾക്ക് ഇതിനെ ഇസഡ് ഈക്വൽ ടു 1 മൈനസ് ഐ എന്ന് എഴുതാം. എൽ എൻ ഇസഡ് ആണ്. ഇസഡ് ഈക്വൽ ടു 1 മൈനസ് ഐ. അതിൽ നിന്ന് മോഡുലസ് ഇസഡ് കാണുക. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു √2. നൗ ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് കാണുക. ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇറ്റ്സ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. എന്തുകൊണ്ടെന്ന് അറിയുമോ? നോക്കൂ, ഐ മൈനസ് ഐ ഇങ്ങനെയൊക്കെ തരുമ്പോൾ എനിക്ക് ആർഗൻ ഡയഗ്രത്തിൽ വരച്ചാൽ പെട്ടെന്ന് ആംഗിൾ കിട്ടും വരച്ചാൽ. പക്ഷേ 1 മൈനസ് ഐ അല്ലെങ്കിൽ 1 പ്ലസ് √3i അല്ലെങ്കിൽ 2 പ്ലസ് 3i ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആംഗിൾ കണ്ടുപിടിക്കുക ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമുക്ക് സാധാ പണ്ട് പോളാർ ഫോം ചെയ്യുന്നത് പോലെ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈയുടെ സ്ഥാനത്ത് -1/1 എന്നാകും. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -1 എന്നാണ്. ഞാൻ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. പോളാറിൽ ആംഗിൾ കാണുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1ൻ്റെ ആംഗിൾ കാണുക. ടാൻ 1 വരുന്നത് π/4 ആണ്, 45 ഡിഗ്രിക്കാണ്. എന്നിട്ട് നമ്മൾ നോക്കുക, ഇവിടെ x1ഉം y -1ഉമാണ്. എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് ഇവിടെയാണ് വരിക. 4th ക്വാഡ്രന്റിലാണ് വരിക. 4th ക്വാഡ്രന്റിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും -θ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കറിയാം പോസിറ്റീവ് റിയൽ ആക്സുമായിട്ട് ക്ലോക്ക് വൈസ് ആംഗിളാണ് അവിടെ വരിക അല്ലേ, -π/4. അപ്പോൾ ആംഗിൾ എന്ത് വരും? നമുക്ക് -π/4 ആണ് ഇവിടുത്തെ പ്രിൻസിപ്പൽ ആംഗിൾ. -π/4 ആണ് നമ്മുടെ പ്രിൻസിപ്പൽ കാരണം ഇത് 4th ക്വാഡ്രന്റിലാണ് വരുന്നത്. അതുകൊണ്ട് -π/4. therefore നമുക്ക് എഴുതാം ലോഗരിതം ഓഫ് ഇസഡ് ഈക്വൽ ടു എൽ എൻ മോഡ് ഇസഡ് പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ഈക്വൽ ടു എൽ എൻ മോഡ് ഇസഡ് എന്ന് പറഞ്ഞാൽ √2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ -π/4 പ്ലസ് 2k പൈ കോമ കെ എലമെൻറ്റ് ഇസഡ് എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് കോംപ്ലക്സ് നമ്പറിൻ്റെത്. ഈ എൽ എൻ 1 മൈനസ് ഏതൊരു കോംപ്ലക്സ് നമ്പർ വന്നാലും നമ്മൾ ആർഗ്യുമെൻറ്റ് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് പ്രകാരമാണ് കാണുന്നത്. പക്ഷേ ചില കേസുകളിൽ ചില ഐ മൈനസ് ഇങ്ങനെ ചെറിയ കോംപ്ലക്സ് നമ്പർ വരുമ്പോൾ നമ്മൾ വരച്ചിട്ട് റിയൽ ആക്സുമായിട്ടുള്ള ആംഗിൾ നോക്കി അങ്ങ് ആർഗ്യുമെൻറ്റ് എഴുതുകയാണ് ചെയ്യുക. ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് വെച്ച് ചെയ്താലും അവിടെ കിട്ടും. പക്ഷേ അതിനേക്കാൾ എളുപ്പമാണ് ആർഗ്യുമെൻറ്റ് വരച്ചാൽ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അങ്ങനെ അവിടെ ചെയ്യുന്നു. ഇവിടെ ബട്ട് അല്ലാത്ത നമ്പറുകൾ a+ib അല്ലെങ്കിൽ x+iy എക്സും വൈയും രണ്ട് നമ്പറായിട്ട് തരികയാണെങ്കിൽ നമ്മൾ ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ചെയ്ത് നോക്കി ടാൻ ഇൻവേഴ്സ് കണ്ട് അത് ഏത് ക്വാഡ്രൻ്റാണ് നോക്കി നമ്മൾ അന്ന് പഠിച്ച മറ്റേ ആർഗ്യുമെൻറ്റിൻ്റെ വേരിയേഷൻ പഠിച്ചല്ലോ, അത് പ്രകാരമുള്ള തീറ്റ എഴുതും. അതാണ് പ്രിൻസിപ്പൽ ബ്രാഞ്ച്. അത് a+2k പൈ എന്നാണ് എഴുതുക. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് എൽ എൻ -√3 പ്ലസ് ഐ. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിനെ ഇസഡ് എന്ന് വിളിക്കുന്നു. ഇസഡ് ഈക്വൽ ടു -√3 പ്ലസ് ഐ. മോഡുലസ് ഇസഡ് കാണുമ്പോൾ റൂട്ട് ഓഫ് -√3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു √4 ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനി ആർഗ്യുമെൻറ്റ് കാണണമല്ലോ. ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ഇസ് 1/-√3. നമുക്ക് അറിയാം 1/√3 വരുന്ന ആംഗിൾ ടാനിൻ്റെ 1/√3 വരുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ്, π/6 ആണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ്, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രന്റിൽ π-θ എന്നാണ് അറിയാമല്ലോ. ദാറ്റ് ഈസ് π-θ എന്ന് പറഞ്ഞാൽ 1/√3 വരുന്ന ആംഗിളായ π/6 ഈക്വൽ ടു നമ്മൾക്ക് 5π/6 എന്ന് കിട്ടും. 5π/6. therefore നമുക്ക് എഴുതാം എൽ എൻ ഓഫ് -√3 പ്ലസ് ഐ ഈക്വൽ ടു എൽ എൻ മോഡുലസ് ഈസ് 2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻറ്റ് 5π/6 പ്ലസ് 2k പൈ കോമ കെ എലമെൻറ്റ് ഇസഡ്. ദിസ് ഈസ് ദ ലോഗരിതം ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ലോഗരിതവുമായി ബന്ധപ്പെട്ട ഇവാലുവേറ്റ് എൽ എൻ മൈനസ് ഐ. ഇത് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എൽ എൻ മൈനസ് ഐ. അപ്പോൾ ഇസഡ് ഈക്വൽ ടു -i മോഡ് ഇസഡ് നമുക്കറിയാം 0 സ്ക്വയർ പ്ലസ് -1 സ്ക്വയർ. കാരണം -i എന്ന് പറഞ്ഞാൽ 0 - i എന്നാണ് അറിയാമല്ലോ. 0 - 1i എന്നാണ് അറിയാമല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു √1 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ഇവിടെ നോക്കൂ -i ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. ആ ഡയഗ്രാം വരച്ചും കാണാം, ടാൻ ഇൻവേഴ്സ് വഴിയും കാണാം. അപ്പോൾ ഞാനിവിടെ ടാൻ ഇൻവേഴ്സ് y/x എടുത്താൽ ടാൻ ഇൻവേഴ്സ് വൈയുടെ സ്ഥാനത്ത് -1/0 ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് -∞. നമുക്കറിയാം ഇൻഫിനിറ്റി വരുന്നത് ടാനിൻ്റെ ആംഗിൾ ഏതിനാണ് ഇൻഫിനിറ്റി വരിക? 90 ഡിഗ്രി π/2 പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ നമ്മളെ സംബന്ധിച്ച് എക്സ് പോസിറ്റീവും വൈ നെഗറ്റീവുമാണ്. എക്സ് പോസിറ്റീവ് വൈ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വൈ നെഗറ്റീവ് ഇവിടെയാണ് വരിക. അപ്പോൾ π/2 എന്ന് പറയുന്ന ആംഗിൾ ഇവിടെയാണ് ശരിക്കും കിടക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ നെഗറ്റീവ് ആവും. നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വരിക. നെഗറ്റീവ് വൈ ഇവിടെ വരും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആംഗിൾ ഒന്നുകിൽ നിങ്ങൾ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ അതിനെ 270 എന്ന് എടുക്കുക. പക്ഷേ 270 എന്ന് പറയുമ്പോൾ പ്രിൻസിപ്പൽ ബ്രാഞ്ചിന് ഔട്ട് സൈഡാണ് അറിയാമല്ലോ. -180 180ക്കും പുറത്താണ്. അതുകൊണ്ട് നമ്മൾ ക്ലോക്ക് വൈസ് ആയ നിയർ
നിയറസ്റ്റ് റിയൽ ആക്സിസിൽ നിന്ന് നിയറസ്റ്റ് ആംഗിൾ ഇങ്ങനെ എടുക്കുമ്പോഴാണ് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ -π/2 ആയി മാറും. ഇല്ല നമ്മളല്ലാതെ ആർഗൺ ഡയഗ്രാം ഡയറക്റ്റ് വരയ്ക്കാൻ നോക്കിയാൽ നിങ്ങൾക്കറിയാം 0 -1 എന്ന് പറഞ്ഞാൽ 0, -1 എന്ന് പറയുന്ന പോയിൻ്റാണ്. ഇവിടെയുള്ള ആംഗിൾ നമ്മൾ ഇങ്ങനെയാണ് എടുക്കുക. കാരണം ഇങ്ങനെ എടുക്കുമ്പോൾ വലുതായി പോകും. ഏറ്റവും ചെറിയ ആംഗിൾ ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ -π/2 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 270 ഡിഗ്രി എന്ന് എടുക്കാം. പക്ഷേ നമുക്ക് പ്രിൻസിപ്പൽ ബ്രാഞ്ചിന് ഇടയ്ക്ക് വേണ്ടുന്നത് കൊണ്ടാണ് -90 എടുത്തത്. അപ്പോൾ നമുക്കിവിടെ -π/2 എന്ന് എഴുതാം. ഇവിടെ വേരിയേഷൻ നോക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാണ്? കാരണം ഈ ആംഗിൾ എന്ന് പറയുന്നത് കറക്റ്റ് ആക്സിസിലാണ് വരുന്നത്. നമ്മൾ വേരിയേഷൻ പറഞ്ഞത് ക്വാഡ്രൻറ്റുകളിൽ വരുമ്പോഴുള്ള വേരിയേഷനാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ കണക്കിലൊക്കെ ക്വാഡ്രൻറ്റിലാണ് വരിക. ഇത് ആക്സിസിൽ വരുന്നത് കൊണ്ട് നമ്മൾ അവിടെ നോക്കി എത്ര ആംഗിൾ വരുമോ അതങ്ങ് എഴുതിയാൽ മതി. ദാറ്റ് ഈസ് -π/2 എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ln - i ഈക്വൽ ടു ln മോഡുലസ് z ഈസ് ln1 പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് z -π/2 പ്ലസ് 2k π, k എലമെൻറ്റ് z എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ln1 0 ആണെന്നറിയാമല്ലോ. 0 പ്ലസ് i ഇൻറ്റു -π/2 പ്ലസ് 2k π, k എലമെൻറ്റ് z എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ i ഇൻറ്റു -π/2 പ്ലസ് 2k π, k എലമെൻറ്റ് z എന്നായി മാറും. ഇതാണ് ആരുടെ ആൻസർ? ln -iയുടെ ആൻസർ. മനസ്സിലാക്കുക. ഇവിടെ ആംഗിൾ എടുത്ത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒന്നുകിൽ ആർഗൺ ഡയഗ്രത്തിൽ വരച്ചെടുക്കുക അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് എടുക്കുക. ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. പരീക്ഷയ്ക്ക് ഒരു പക്ഷേ നിങ്ങളെടുത്ത് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln -i എന്നായിരിക്കും ചോദിക്കുക. ഇവാലുവേറ്റ് എന്നായിരിക്കത്തില്ല, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln -i. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ചോദിച്ചാൽ ഇവിടെ നിന്നും പ്രിൻസിപ്പൽ ആംഗിളുകൾ മാത്രം എഴുതുക. എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം പ്രിൻസിപ്പൽ വാല്യൂ PV എന്ന് എഴുതുന്നു ഓഫ് ln -i ഈക്വൽ ടു പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്, അതായത് -π/2 മാത്രം എഴുതുക, -i/π/2 എന്നായി മാറും. മനസ്സിലാവുന്നല്ലോ. പരീക്ഷയ്ക്ക് ഇവാലുവേറ്റ് എന്ന് ചോദിച്ചാൽ ഇതാണ് ആൻസർ. എന്നാൽ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് ചോദിച്ചാൽ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln -i എന്ന് പറഞ്ഞാൽ i ഇൻറ്റു -π/2 എന്ന് വരും. i ഇൻറ്റു -π/2 അതാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln-. നേരത്തെ ചെയ്ത കണക്കിലുമൊക്കെ പ്രിൻസിപ്പൽ വാല്യൂ ചോദിക്കുമ്പോൾ നമ്മൾ ആ തീറ്റ മാത്രം, ഐയുടെ കൂടെ ആ തീറ്റ മാത്രം എഴുതുക. i ഇൻറ്റു ദാറ്റ് തീറ്റ എന്നും കൂടെ മാത്രം എഴുതുക. മനസ്സിലാവുന്നല്ലോ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നേരത്തെ ഒരെണ്ണം ചെയ്തു, ln1 -√3 പ്ലസ് i ചെയ്തു. അത് ചെയ്തപ്പോൾ നമുക്ക് വന്നത് ln2 പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് എന്ന് പറയുന്നത് 5π/6 ആയിരുന്നു. 5π/6 പ്ലസ് 2k π ആയിരുന്നു. ഇതാണ് ജനറൽ. ബട്ട് പ്രിൻസിപ്പൽ വാല്യൂ ആണ് ചോദിക്കുന്നതെങ്കിൽ ln -√3i ഈക്വൽ ടു ln2 പ്ലസ് i ഇൻറ്റു 5π/6 എന്ന് മാത്രം എഴുതുക. i ഇൻറ്റു 5π/6 ഇതാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln -√3 പ്ലസ് i. തൊട്ട് മുമ്പ് ചെയ്ത കണക്കുകളിലും പ്രിൻസിപ്പൽ വാല്യൂ എഴുതുന്നത് ഇങ്ങനെയാണ്. അവിടെ ആർഗ്യുമെൻറ്റിൻ്റെ സ്ഥാനത്ത് തീറ്റ മാത്രമേ എഴുതൂ. എന്നാൽ ജനറലി നമ്മൾ എഴുതുമ്പോൾ തീറ്റ പ്ലസ് 2k π കൂടി എഴുതും. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂവും സാധാ ലോഗരിതവും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ശ്രദ്ധിച്ചോളുക. പരീക്ഷ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് ചെയ്യുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln -1 - i. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് പ്രിൻസിപ്പൽ വാല്യൂ മാത്രമാണ്. മനസ്സിലാക്കുക. അപ്പോൾ z ഈക്വൽ ടു -1 - i മോഡുലസ് z എന്ന് പറഞ്ഞാൽ √(-1² പ്ലസ് (-1² ഈക്വൽ ടു √2) എന്ന് വരും. ഇനി ആർഗ്യുമെൻറ്റ് ഓഫ് z കാണുമ്പോൾ നിങ്ങൾക്കറിയാം ടാൻ ഇൻവേഴ്സ് y/x എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈയുടെ സ്ഥാനത്ത് -1, എക്സിൻ്റെ സ്ഥാനത്തും -1 ആണ്. ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 എന്ന് വരും. 1 വരുന്ന ആംഗിൾ π/4 ആണ്. ബട്ട് ഇവിടെ എക്സും വൈയും നെഗറ്റീവാണ്. കണ്ടില്ലേ? എക്സ് -1, വൈ -1 എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രൻറ്റിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഇറ്റ്സ് -π പ്ലസ് തീറ്റ എന്നാണ്. ഓർമ്മയുണ്ടല്ലോ? -π പ്ലസ് തീറ്റ, അല്ലെങ്കിൽ -π-θ എന്ന് പറഞ്ഞാലും മതി. -π-θ ഓർമ്മയുണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ π-π/4 എന്നാകും. π-π/4 ഈക്വൽ ടു -3π/4 എന്നാണ് വരിക. എന്ന് പറയുമ്പോൾ നമുക്ക് എഴുതാം ln -1 - i ഈക്വൽ ടു ln mod z ഈസ് √2 പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻ്റ് എന്ന് പറയുമ്പോൾ -3π/4 പ്ലസ് 2k π എന്ന് എഴുതാം. 2k π ഇതാണ് k എലമെൻറ്റ് z. ഇതാണ് ജനറലായിട്ടുള്ള കോംപ്ലക്സ് ln ലോഗരിതം -1 - iയുടെ ജനറൽ ലോഗരിതമാണിത്. നമ്മളെടുത്ത് പ്രിൻസിപ്പൽ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln -1 - i എന്ന് പറഞ്ഞാൽ ln √2 പ്ലസ് i ഇൻറ്റു -3π/4 മാത്രം എഴുതിയാൽ മതി. അതായത് ആർഗ്യുമെൻറ്റിനെ പ്രിൻസിപ്പൽ വാല്യൂയിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതം എന്ന് പറയുക. മനസ്സിലാവുന്നല്ലോ? i ഇൻറ്റു -3π/4. ഇവിടെ ln √2 എന്നാണ്. വേണമെങ്കിൽ ഇതിനെ √2നെ 2⁻² എന്ന് എഴുതി 1/2 ln2 എന്നും എഴുതാം. കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ എഴുതിയാലും മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെയാണ് പ്രിൻസിപ്പൽ വാല്യൂ കാണുക.
ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ln √3 + i the whole cube എന്നാണ്. √3 + i the whole cube. അത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം, ഡിഫൈൻ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതം ഓഫ് ഇസഡ്. ഡിഫൈൻ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ലോഗരിതം ഓഫ് ഇസഡ് എന്ന് ഒരു മാർക്കിനെങ്ങാനും ചോദിച്ചാൽ എഴുതേണ്ടത് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln z = ln mod z + i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ്. പഴയ പോലെ തന്നെ, ബട്ട് അവിടെ എന്തും കൂടി എഴുതണം, വേർ -π ലെസ് ദാൻ ആർഗ്യുമെൻറ്റ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ. പ്രിൻസിപ്പൽ ബ്രാഞ്ച് കൂടി എഴുതി കാണിക്കണം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് ln z ആകും. അല്ലാതെ ഡിഫൈൻ ln z എന്ന് ചോദിച്ചാൽ ഇത് എഴുതണമെന്നില്ല, ഇത്രയും മാത്രം എഴുതിയാൽ മതിയാകും. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ln of √3 + i the whole cube എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മളിവിടെ നമുക്കറിയാവുന്ന കാര്യം, ഞാൻ ഇയാളെ z എന്ന് വിളിക്കുന്നു. z = ln √3 + i the whole cube എന്ന് പറയുമ്പോൾ z = 3 × ln √3 + i എന്നാകും. ശരിയാണല്ലോ, പവർ ഫ്രണ്ടിൽ വരുമല്ലോ. എന്ന് പറയുമ്പോൾ z = 3 × നിങ്ങൾക്കറിയാം ln ഇതിൻ്റെ മോഡുലസ്. ln മോഡുലസ് എന്ന് പറയുന്നത് √3² + 1² ഒരുമിച്ച് അങ്ങ് എഴുതിയെന്നുള്ളൂ. ln ഓഫ് മോഡുലസ് പ്ലസ് i × tan ഇൻവേഴ്സ് y/x പ്ലസ് 2k π. ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് എഴുതി. ഇക്വേഷൻ അതിനകത്ത് തന്നെ കൊടുത്തു. y/x എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരിക, നമുക്ക് 1/√3 + 2k π. മനസ്സിലാവുന്നുണ്ടല്ലോ. ലോഗരിതത്തിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. ഡെഫിനിഷൻ അകത്തേക്ക് ഇക്വേഷൻ കൊടുത്തു എന്നേ ഉള്ളൂ. therefore 3 × ln 3 + 1 4 ln 2 + i × tan ഇൻവേഴ്സ് 1/√3. 1/√3 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1/√3 വരുന്നത് π/6 30 ഡിഗ്രി π/6 ഇവിടെ എക്സും വൈയും നോക്കൂ, √3 + i ആണ്. എക്സും വൈയും പോസിറ്റീവാണ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വന്നാൽ നിങ്ങൾക്ക് മനസ്സിൽ കരുതിയ തീറ്റ തന്നെയാണ് എന്ന് പറഞ്ഞാൽ π/6 തന്നെയാണ്. അപ്പോൾ എങ്ങനെ വരും, i × π/6 + 2k π എന്ന് പറയും. i × π/6 + 2k π, k എലമെൻറ്റ് z. ചിലപ്പോൾ 2n π എന്ന് എഴുതാറുണ്ട്. അപ്പോൾ n എലമെൻറ്റ് z എന്നാവുക. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. therefore 3 അകത്തേക്ക് കൊടുക്കുമ്പോൾ 3 ln 2 പ്ലസ് 3യെ വീണ്ടും അകത്തേക്ക് കൊടുക്കുമ്പോൾ i × π/2 + 6k π എന്ന് വരും. മനസ്സിലാവുന്നല്ലോ. 3 അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് പോയതാണ്. therefore ഇവിടെ 2 ക്യൂബിന് ln നമുക്ക് 3 അങ്ങ് പവറിലേക്ക് പോകുമ്പോൾ 2 ക്യൂബ്. therefore ln 8 പ്ലസ് i × π/2 + 6k π എന്നായി മാറും. k എലമെൻറ്റ് z എന്നായി മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ. 3 പവറിലേക്ക് പോകുമ്പോൾ ln 2 ക്യൂബ്. ln 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ ln 8 ആണ്. ഇങ്ങനെയാണ് ആൻസർ ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ വേണമെന്ന് പറഞ്ഞാൽ ln 8 + i × π/2 വരെ മാത്രമേ എഴുതുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ. അടുത്തത് നമ്മൾ ഡീൽ ചെയ്യുന്നത് കോംപ്ലക്സുകൾ പവറുകളായി വരുന്നതിനെ കുറിച്ചാണ്. കോംപ്ലക്സ് പവേഴ്സിനെ കുറിച്ചാണ്. നോക്കൂ, സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ z = i⁻²i. ഒരു കോംപ്ലക്സിൻ്റെ പവറായി മറ്റൊരു കോംപ്ലക്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് z = i⁻² എന്നാണ്. അപ്പോൾ നോക്കൂ, പവർ എപ്പം തന്നാലും നമ്മൾ അവിടെയെല്ലാം ലോഗരിതം അപ്ലൈ ചെയ്യും. അങ്ങനെ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ln z = ln i⁻² എന്നാകും. എന്ന് പറയുമ്പോൾ ln z = -2i ln i എന്നാകും. -2i ln i, ദാറ്റ് ഈസ് ln z = -2i ഇൻറ്റു ln i. ln i എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ln മോഡുലസ് i പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് i എന്നാണ്. അറിയാമല്ലോ, ln mod z പ്ലസ് ഇവിടെ എന്ത് കോംപ്ലക്സ് നമ്പർ വരുന്നു, ln mod z പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് z, ദാറ്റ് ഈസ് -2i ഇൻറ്റു ln mod i എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഐയുടെ മോഡുലസ് mod i = mod 0 + i എന്നാണ് നമ്മൾ ചെയ്തതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു √0² + 1² = 1 എന്ന് വരും. അപ്പോൾ ln 1 പ്ലസ് i ഇൻറ്റു ആർഗ്യുമെൻറ്റ് ഓഫ് z. ആർഗ്യുമെൻറ്റ് ഓഫ് z കാണാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ ആർഗൻ ഡയഗ്രം വരച്ചാൽ i എന്ന് പറഞ്ഞാൽ 0 + i അല്ലെങ്കിൽ 0,1 അതിവിടെയാണ് അടയാളപ്പെടുത്തുക. 0,1 അത് റിയൽ ആക്സുമായിട്ട് 90 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ +90, ദാറ്റ് ഈസ് i ഇൻറ്റു പ്ലസ് π/2, വെറും π/2 എന്ന് എഴുതിയാലും മതി, പ്ലസ് 2k π എന്നാകും. മനസ്സിലാവുന്നുണ്ടല്ലോ. k എലമെൻറ്റ് z എന്നായി മാറും, ഇൻറ്റീജർ. therefore നമ്മൾ -2i ln 1 0 ആണ്. അപ്പോൾ -2i ഇൻറ്റു i ഇൻറ്റു π/2 പ്ലസ് 2k π എന്നായി മാറും. π/2 പ്ലസ് 2k π ബ്രാക്കറ്റ് ക്ലോസ് k എലമെൻറ്റ് z എന്നാകും. ഇനി നിങ്ങൾ -2a അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ln z = -2i² എന്നാകും അല്ലേ. -2i² ഇൻറ്റു π/2 പ്ലസ് 2k π എന്നായി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു i² ഈസ് -1 -2 × -1 ഈസ് 2 ഇൻറ്റു π/2 പ്ലസ് 2k π എന്നാകും. നിങ്ങൾ 2നെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ π പ്ലസ് 4k π എന്നാകും. k എലമെൻറ്റ് z. നമുക്ക് ln z = ആണ് π പ്ലസ് 4k π i.
5 പ്ലസ് 4k പൈ ഐ. അങ്ങനെയാണെങ്കിൽ ഇസഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലോഗരിതം നമുക്ക് ഇസഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ln ഇസഡ് ആണ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. ദെയർഫോർ ഇസഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ln ഇവിടെ ലോഗരിതം അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് എക്സ്പോണൻഷ്യലായി മാറും എന്ന് പറയുമ്പോൾ e റൈസ് ടു പൈ പ്ലസ് 4k പൈ എന്നായി മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? e റൈസ് ടു പൈ പ്ലസ് 4k പൈ k എലമെന്റ് ഇസഡ്. ഇതാണ് ഫൈനൽ ആൻസർ. വേണമെങ്കിൽ e റൈസ് ടു പൈ കോമൺ എടുത്ത് 4k പ്ലസ് 1 ഇൻറ്റു പൈ എന്നും എഴുതാം. ദാറ്റ് ഈസ് ഇസഡ് ഈക്വൽ ടു e റൈസ് ടു പൈ പ്ലസ് 4k പൈ. എന്നാലും ഈ കോംപ്ലക്സിൻ്റെ പവർ കോംപ്ലക്സ് ഒന്ന് ചെയ്തു വന്നപ്പോൾ ഇതൊരു റിയൽ ക്വാണ്ടിറ്റിയാണ്, ഇതിൽ ഐ ഇല്ല, റിയൽ ക്വാണ്ടിറ്റിയെ കിട്ടി എന്നർത്ഥം. അപ്പം e റൈസ് ടു പൈ പ്ലസ് 4k പൈ അല്ലെങ്കിൽ e റൈസ് ടു പൈ ഇൻറ്റു 4k പ്ലസ് 1 എന്ന് എഴുതിയാലും മതി. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ലോഗരിതം അപ്പുറത്തേക്ക് മാറ്റാൻ വിട്ടു പോകരുത്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. എക്സാമ്പിളാണ്, ശ്രദ്ധിച്ചോളാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പവറിൻ്റെ സിംപ്ലിഫൈ ഐ റൈസ് ടു ഐ അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഐ റൈസ് ടു ഐ അല്ലെങ്കിൽ സിംപ്ലിഫൈ ദ എക്സ്പ്രഷൻ ഐ റൈസ് ടു ഐ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമ്മൾ എടുക്കുന്നു ലെറ്റ് ഇസഡ് ഈക്വൽ ടു ഐ റൈസ് ടു ഐ എന്നാകും. ദെയർഫോർ ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ ഐ ഇൻറ്റു ln ഐ എന്നാകും. കാരണം പവർ ഇനി ഫ്രണ്ടിൽ വരും. ദെയർഫോർ ln ഇസഡ് ഈക്വൽ ടു ഐ ഇൻറ്റു ലോഗരിതം ഓഫ് ഇസഡ് എന്ന് പറയുമ്പോൾ ln മോഡ് ഐ പ്ലസ് ആർഗ്യുമെൻ്റ് ഓഫ് ഐ എന്നാകും. നമ്മളിപ്പോൾ ചെയ്തത് തന്നെയാണ് ln ഐ. ദെയർഫോർ ഐ ഇൻറ്റു ln മോഡ് ഐ എന്ന് പറഞ്ഞാൽ ഐയുടെ മോഡുലസ് 1 ആണ്, പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് ഐ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പ് ആർഗ്യുമെൻ്റ് ഓഫ് ഐ ഈസ് പൈ ബൈ 2, 90 ഡിഗ്രിയാണ്. പൈ ബൈ 2 പ്ലസ് 2k പൈ എന്നായി മാറും, k എലമെൻറ്റ് ഇസഡ് എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ln 1 0. ദെയർഫോർ ഐ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2k പൈ എന്നായി മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഐ അകത്തേക്ക് കൊടുക്കുമ്പോൾ ഐ സ്ക്വയർ ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2k പൈ എന്നായി മാറും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. -1 ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 2k പൈ k എലമെൻറ്റ് ഇസഡ് എന്നാകും. ഇത് ln ഇസഡ് ആണ്. നമ്മൾക്കറിയാം ദിസ് ഈസ് ln ഇസഡ്. ln ഇസഡ് ഈക്വൽ ടു മൈനസ് വേണമെങ്കിൽ അകത്ത് കൊടുക്കാം. മൈനസ് പൈ ബൈ 2 മൈനസ് 2k പൈ k എലമെൻറ്റ് ഇസഡ്. ദെയർഫോർ ഇസഡ് ഈക്വൽ ടു e റൈസ് ടു മൈനസ് പൈ ബൈ 2 മൈനസ് 2k പൈ k എലമെൻറ്റ് ഇസഡ് എന്നാകും. ഇതും നമുക്കൊരു റിയൽ ക്വാണ്ടിറ്റിയാണ് കിട്ടിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കുക. അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ എക്സസൈസ് ക്വസ്റ്റ്യനുകളാണ്. ഫൈൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് 2 റൈസ് ടു ഐ പ്ലസ് 3. 2 റൈസ് ടു ഐ പ്ലസ് 3യെ നിങ്ങളൊരു കോംപ്ലക്സ് നമ്പർ ആക്കി മാറ്റിയ ശേഷം അതിൻ്റെ ഇമാജിനറി പാർട്ട് എഴുതണമെന്നാണ്. എന്ന് പറയുമ്പോൾ പഴയ ചെയ്യുന്നത് പോലെ തന്നെ ഇസഡ് ഈക്വൽ ടു 2 റൈസ് ടു ഐ പ്ലസ് 3. ദെയർഫോർ ln ഇസഡ് ഈക്വൽ ടു ഐ പ്ലസ് 3 ആണ് പവർ. ഐ പ്ലസ് 3 ഇൻറ്റു ln 2 എന്നാവും. മനസ്സിലാവുന്നുണ്ടല്ലോ? ln 2 റൈസ് ടു ഐ പ്ലസ് 3 എന്നാണ്. ഐ പ്ലസ് 3 ഫ്രണ്ടിൽ വരുമ്പോൾ ഐ പ്ലസ് 3 ഇൻറ്റു ln 2. ദെയർഫോർ ln ഇസഡ് ഈക്വൽ ടു ഐ ln 2 പ്ലസ് 3 ln 2 എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ln ഇസഡ് ഈക്വൽ ടു ഐ ln 2 പ്ലസ് ln 3 പേളി പോകുമ്പോൾ 2 ക്യൂബ് 8 എന്നാകും. ദെയർഫോർ ഇസഡ് ഈക്വൽ ടു e റൈസ് ടു ഐ ln 2 പ്ലസ് ln 8 എന്നാകും. ശരിയാണല്ലോ? e റൈസ് ടു ഐ ln 2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ഇസഡ് ഈക്വൽ ടു e റൈസ് ടു ഐ ln 2 ഇൻറ്റു e റൈസ് ടു ഐ ln 8 because a റൈസ് ടു m പ്ലസ് n ഈസ് a റൈസ് ടു m ഇൻറ്റു a റൈസ് ടു n ഈക്വൽ ടു e റൈസ് ടു ln 8 ഇൻറ്റു നോക്കൂ e റൈസ് ടു ഐ തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ഓയിലർ നൊട്ടേഷൻ പ്രകാരം കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്നാണ്. ആണല്ലോ? അപ്പോൾ ഇവിടെ തീറ്റയുടെ സ്ഥാനത്ത് ln 2 ആയതുകൊണ്ട് കോസ് ln 2 പ്ലസ് ഐ സൈൻ ln 2. ദിസ് ഈസ് ദ കോംപ്ലക്സ് നമ്പർ ഇസഡ്. നമുക്ക് വേണ്ടുന്നത് ഇതിൻ്റെ ഇമാജിനറി പാർട്ടാണ്. ഇമാജിനറി പാർട്ട് ഓഫ് 2 റൈസ് ടു ഐ പ്ലസ് 3 ഈക്വൽ ടു ഐ വരുന്ന പാർട്ടാണ് ഇമാജിനറി. ദാറ്റ് ഈസ് e റൈസ് ടു ln 8 ഇൻറ്റു സൈൻ ln 2 ആണ് ഇതിൻ്റെ ഇമാജിനറി പാർട്ട്. ഇമാജിനറി ചോദിച്ചാൽ ഐയുടെ കൂടെ വരുന്നത്, ഇയാളുടെ അകത്തോട്ട് പോകും. റിയലി ചോദിച്ചാൽ e റൈസ് ടു ln 8 ഇൻറ്റു കോസ് ln 2. ഇങ്ങനെയാണ് ഇമാജിനറി പാർട്ട് കണ്ടുപിടിക്കുന്നത്. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഇവാലുവേറ്റ് -1 പ്ലസ് √3i റൈസ് ടു ഹാഫ്. നിങ്ങൾക്ക് നോക്കൂ, ഇവിടെ ഹോൾ സ്ക്വയർ എന്നായിരുന്നെങ്കിൽ നമ്മളങ്ങ് എക്സ്പാൻഡ് ചെയ്താൽ മതി, ക്യൂബ് എന്നാണെങ്കിലും മതി. പക്ഷേ ഇത് ഫ്രാക്ഷണൽ പവറാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഫ്രാക്ഷനോ നെഗറ്റീവ് പവറോ ഒക്കെ വന്നാൽ ലോഗരിതം തന്നെ അപ്ലൈ ചെയ്യുക. ഇസഡ് ഈക്വൽ ടു -1 പ്ലസ് √3i റൈസ് ടു ഹാഫ്. ദെയർഫോർ ln ഇസഡ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ln -1 പ്ലസ് √3i. ദാറ്റ് ഈസ് ഈക്വൽ ടു ln ഇസഡ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നമുക്കറിയാം ln ഇതിൻ്റെ മോഡുലസ് ആണ് അല്ലേ? ln മോഡുലസ് ഓഫ് -1 പ്ലസ് √3i പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് -1 പ്ലസ് √3i എന്നാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ln ഇസഡ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ln നിങ്ങൾക്കറിയാം റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ ദാറ്റ് ഈസ് √4 √2 എന്നാകും അല്ലേ? ln 2 പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് -1 പ്ലസ്
√3 ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ് √3/-1 എന്നാ വരിക. √3/-1 നോക്കൂ, √3/-1 എന്ന് പറയുമ്പോൾ ടാൻ ഇൻവേഴ്സ് -√3. √3 വരുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ്. അത് തന്നെ ഇവിടെ നോക്കൂ, എക്സ് നെഗറ്റീവ് വൈ പോസിറ്റീവ് സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ നമുക്കറിയാവുന്നത് സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ π - θ എന്നാണ്. തീറ്റ നമ്മളുടെ 60 ഡിഗ്രി π/6. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? I × π - π/3 π - θ പ്ലസ് 2kπ എന്ന് എഴുതും. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്ലസ് 2kπ k element z that is equal to 1/2 × ln2 പ്ലസ് ഇവിടെ നമുക്ക് I × 2π/3 പ്ലസ് 2kπ എന്ന് കിട്ടും. 2π/3 പ്ലസ് 2kπ k element z. നോക്കൂ, ഇത് ln z ആണ്. നമുക്ക് വേണ്ടുന്ന ഹാഫിനെ ഇനി അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനുശേഷം e⁻² എടുത്താൽ മതി. നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയത് ln z = ഇങ്ങനെ കിട്ടി. അതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ ln z = ഹാഫ് അകത്തേക്ക് കൊടുക്കുമ്പോൾ നമുക്കറിയാം ഹാഫ് ln2 പ്ലസ് I × ഹാഫിനെ അകത്തേക്ക് കൊടുക്കുന്നു, ഹാഫ് × 2π/3 ദാറ്റ് ഈസ് π/3 പ്ലസ് ഹാഫ് കൊടുക്കുമ്പോൾ kπ എന്നായി മാറും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഹാഫ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ഇതിനെ നമുക്ക് ln √2 എന്ന് എഴുതാം. ഹാഫ് മേളിൽ പോകുമ്പോൾ 2⁻½ ദാറ്റ് ഈസ് √2 പ്ലസ് I × π/3 പ്ലസ് kπ എന്നായി മാറും. ശരിയാണല്ലോ? ഇതാണ് ln z. therefore z = e⁻ln √2 പ്ലസ് I × π/3 പ്ലസ് kπ എന്നാകും. ദാറ്റ് ഈസ്, അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം? z = e⁻ln √2 e⁻I π/3 പ്ലസ് kπ എന്ന് എഴുതാം. ശരിയാണല്ലോ? ദാറ്റ് ഈസ്, നോക്കൂ, e⁻ln x എന്ന് പറഞ്ഞാൽ x ആണ്. കാരണം ഇയും lnഉം പരസ്പരം ഇൻവേഴ്സുകളാണ്. അപ്പം ഇയും lnഉം പോയിട്ട് √2 e⁻I π/3 പ്ലസ് kπ എന്നാകും. √2 e⁻I π/3 പ്ലസ് kπ k element z. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി ഇതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ആണെങ്കിൽ ഇവിടെ നിങ്ങളിവിടെ I × π/3 ഇത് മാത്രം എഴുതിയാൽ മതി. അപ്പം √2 ഇതാണ് അതിൻ്റെ വാല്യൂ. ശ്രദ്ധിക്കുക.